പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ, നിങ്ങൾക്ക് ഹിന്ദി അറിയൂലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ലേ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹിന്ദി പഠിപ്പിച്ചിട്ടില്ലേ? എന്തേ അറബി പഠിപ്പിക്കാത്തത്? എന്റെ അറബി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് മലയാളമേ അറിയുള്ളൂ, എനിക്ക് അറബി അറിയൂല എന്നൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട് പറയാൻ പറ്റൂല? പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഓതുന്ന സൂറത്തുൽ മുൽക്ക്, നിങ്ങൾ ഓതുന്ന സൂറത്തുൽ വാഖിഅ, മഹാന്മാരിൽ ചില ആളുകൾ പറയുന്നുണ്ട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ഹിയൽ മുൻജിയ ഹിയൽ മാനിഅ, പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നിങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാം. 2 സൂറത്തുണ്ട്. ഒരു സൂറത്ത് ഓതിയാൽ ആഖിറം രക്ഷപ്പെടാം, രണ്ടാമത്തെ സൂറത്ത് ഓതിയാൽ ദുനിയാവും രക്ഷപ്പെടാം. അറിയൂലേ? 2 സൂറത്തുണ്ട്, ദുനിയാവും രക്ഷപ്പെടും ആഖിറവും രക്ഷപ്പെടും. ഏത് സൂറത്തെന്ന് അറിയൂലേ? ആർക്കാ അറിയാത്തത്? പക്ഷെ ആരാണ് ഇവിടെ ഓതുന്നവർ? അവിടെയാണ് ചർച്ച. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയൂലേ? ആഖിറം രക്ഷപ്പെടുന്ന സൂറത്ത് ഏതാ? സദസ്സ് കുറെ അപ്പുറത്താണ്. അതുകൊണ്ട് സദസ്സുമായി നല്ലൊരു ടച്ച്, ഒരു സമീപനം കിട്ടുന്നില്ല. ഏതാ ആഖിറം രക്ഷപ്പെടുന്ന സൂറത്ത്? ഏതാ ഉറക്കെ പറഞ്ഞോളൂ. സമയത്രയും കുറെ ആയോ? 9:22 സമയമുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ഏതാണ് ആഖിറം രക്ഷപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബി തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല, ഖബറിൽ ശിക്ഷിക്കപ്പെടൂല. എല്ലാവർക്കും പേടി, പഠിച്ചോനെ ഞാൻ ഖബറിലെത്തി എന്തായിരിക്കും എന്റെ അവസ്ഥ? അവിടെ രക്ഷപ്പെടാനാ പറയുന്നത്. ഡെയിലി സൂറത്തുൽ മുൽക്ക് ഓതിക്കോളൂ, ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോവാൻ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. ഇത് എന്റെ വകയല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വകയാണ്. ഇത് അല്ലാഹു പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വമേധയാ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഹബീബാണ് പറയുന്നത് ഖബർ ജീവിതം രക്ഷപ്പെടാൻ, ഖബർ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എത്ര ഓതുന്ന ആളെന്ന് കൈപൊക്കിയ നോക്കട്ടെ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതുന്ന എത്ര ആളുണ്ട്? ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി, എത്ര പേരുണ്ട് നോക്കിയേ, ഒന്ന് നോക്കി. ഇതറിയാഞ്ഞിട്ട് താഴ്ത്തി അൽഹംദുലില്ലാഹ്. എത്ര ആളെങ്കിലും ഉണ്ട് അൽഹംദുലില്ലാഹ്. ഉദാഹരണമുണ്ടോ? ഓതിക്കൂടെ? 5 മിനിറ്റ് മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ. വാട്സപ്പിൽ കളിച്ചിരിക്കുന്നില്ലേ? വന്ന ഗ്രൂപ്പുകളിലൊക്കെ ടെക്സ്റ്റുകൾ തുറന്നു നോക്കി ഫോർവേഡ് ചെയ്ത് ഫേസ്ബുക്ക് നിരന്തരമായി സ്ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാറില്ലേ? ഈ സമയം വേണ്ടല്ലോ ഒരു സൂറത്തുൽ മുൽക്ക് ഓതാൻ. ഇത് എനിക്ക് വേണ്ടിയാണോ? അല്ല നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയാണോ? അല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ആഖിറം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടരണം. ഹബീബിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇത് മുത്ത ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ നടക്കുമെന്നതിൽ 100ൽ 110% ഉറപ്പാണ്. ഒരു ഡൗട്ടുമില്ല വിഷയത്തിൽ. നബി തങ്ങളാ പറഞ്ഞത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണ് ഈ ഖബർ എന്ന് പറഞ്ഞാൽ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയ വീടാണത്. ഉസ്മാൻ തങ്ങൾ കരഞ്ഞു പോയില്ലേ? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. എത്ര പേര് ഞെട്ടുന്നുണ്ട്? അള്ളാഹുവിന്റെ മനോഹരമായ ഈ മസ്ജിദ് മാലിക് ദിനാറിലേക്ക് കടന്നു വരുമ്പോ ആദ്യമായി നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുന്നത് വിശാലമായി നീണ്ടു കിടക്കുന്ന ഖബർസ്ഥാനല്ലേ? ആ ഖബർ കാണുമ്പോൾ എത്ര ആളുകൾ പേടിക്കുന്നുണ്ട്, എത്ര ലാഘവത്തോടെയാണ് നടന്നു പോകുന്നത്, എത്ര ഭാവത്തോടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ ആ ഖബർ വിളിച്ചു പറയുന്നുണ്ട്, ഇന്ന് എത്ര അഹങ്കാരത്തോടെ നടന്നാലും നാളെ നിന്നെ എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട് എന്ന് ഖബർ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലേ? നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നത്? ഖബറിനെക്കാളും ഗൗരവമല്ലേ നരകം? ഖബറിനെക്കാളും ഗൗരവമല്ലേ മഹ്ശറ? ഖബറിനെക്കാളും ഗൗരവമല്ലേ സിറാത്ത്? നിങ്ങൾ എന്തിനാ ഈ ഖബറിനെ ഇങ്ങനെ പേടിച്ചു കരയുന്നത്? കേൾക്കണം. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മരിച്ചാൽ ഉഖ്റവിയായ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഖബറിൽ വെച്ചാണ്. ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് ഖബറിലാണ്. അവിടെ വിജയിച്ചാൽ പിന്നെ എല്ലാം വിജയമാണ്, അവിടെ തോറ്റാൽ പിന്നെ എല്ലാം തോൽവി തന്നെ, പിന്നെ എല്ലാം പരാജയം തന്നെ. അതുകൊണ്ട് ഖബറിനെ കുറിച്ച് പേടിക്കാനുള്ള കാരണം, ഞാൻ മരിച്ചിട്ട് ആദ്യം പോകുന്ന വീടാണ് ഖബറിടം. അവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആ ഖബറിടം രക്ഷപ്പെടാൻ മുത്ത ഹബീബ് പഠിപ്പിച്ചു തന്നത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. പക്ഷേ ചില മഹാന്മാര് പറയുന്നുണ്ട്, അർത്ഥം അറിഞ്ഞ് പാരായണം ചെയ്താലേ ഈ നബി തങ്ങൾ പറഞ്ഞ ഓഫർ കിട്ടുള്ളൂ.
അപ്പൊ നിങ്ങൾ പറയും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോഴാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ മതി. സൂറത്തുൽ മുൽക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, ഇങ്ങനെ പാർട്ട് 15, 16, 20 വരെ 20ഓളം പാർട്ടുകളായി ഖുർആനിന്റെ സൂറത്തുൽ മുൽക്കിന്റെ തഫ്സീറുകൾ. നിങ്ങൾക്ക് മലയാളം അറിയൂലേ? മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന വാല്യൂ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ മലയാളം അറിയൂലേ? ഇനി ഇംഗ്ലീഷ് അറിയൂലേ? ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയൂലേ? അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സമസ്ത പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്ന്. അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് തോന്നുകയാണ്, അല്ലെ? എന്തേ ഖുർആൻ ട്രാൻസ്ലേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞത്? എന്തേ ഖുർആൻ പരിഭാഷപ്പെടുത്തരുത് എന്ന് സമസ്ത പറഞ്ഞത്? മഹാനായ ശംസുൽ ഉലമയെ പോലുള്ള ആളുകൾ പരിശുദ്ധമായ ഖുർആൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് കേട്ടു സോഷ്യൽ മീഡിയയിലൂടെ. ചിദാനന്ദ സ്വാമി എന്ന് പറയുന്ന സ്വാമി പരിശുദ്ധ ഖുർആൻ ഇന്ത്യയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ, ഇന്ത്യയിൽ നിന്ന് വലിച്ചെറിയാൻ പെറ്റീഷൻ കൊടുത്ത കഥ പറയുന്നുണ്ട്. കാരണം ഈ ഖുർആനിൽ 300ഓളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളെ വധിക്കാൻ പറയുന്നുണ്ട്. സ്വാമി പറയാൻ 300ഓളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളായ ഹൈന്ദവ വിശ്വാസികളെ അടക്കം വധിക്കാൻ ഖുർആനിൽ പറയുന്നുണ്ട്. സത്യമാണല്ലോ, ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, പറയുന്നില്ലേ? എവിടെ കണ്ടാലും കൊല്ലണമെന്ന് പറയുന്നില്ലേ? നിങ്ങളെ എങ്ങനെയാണോ അവർ വധിക്കുന്നത് അതേപോലെ നിങ്ങൾ അവരെയും വധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെയും ബിദ്അത്തിന്റെയും ആശയങ്ങളിൽ പ്രത്യേകമായ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തേ ട്രാൻസ്ലേഷൻ വേർഡ് ബൈ വേർഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞത്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങൾ വധിച്ചു കളയണമെന്ന് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വായിച്ചത് കൊണ്ടാണ് ചിദാനന്ദ സ്വാമിക്ക് തെറ്റുപറ്റിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു മലയാള ട്രാൻസ്ലേഷൻ നോക്കി, രണ്ടാമത് വേറൊരു ട്രാൻസ്ലേഷൻ നോക്കി, മൂന്നാമത് മറ്റൊരു ട്രാൻസ്ലേഷൻ നോക്കി, ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചു. എല്ലാറ്റിലും പറയുന്നത് കൃത്യമായി മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസികളെ വധിക്കാനാണ്. എന്നാൽ ആ സ്വാമിയോട് വളരെ സ്നേഹത്തിൽ പറയട്ടെ, ഖുർആൻ മുസ്ലിമീങ്ങളെ വധിക്കാൻ പറയുന്നുണ്ട്. ഏത് മുസ്ലിമീങ്ങളെയാണ്, ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാ? ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളെ വധിക്കാനാണോ? അല്ല, പിന്നെ ആരെ വധിക്കാനാണ്? അത് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു എന്റെ റബ്ബാണ്, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ്, കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, ഹറാമ് തിന്നല്ലേ, കൊലപാതകം നടത്തല്ലേ, കുടുംബബന്ധം പുലർത്തണേ എന്നിട്ട് പറഞ്ഞതിന്റെ പേരിൽ സ്ത്രീകളെ ജീവനോടെ കുഴിച്ചുമൂടല്ലേ എന്ന് മാത്രം നന്മ മാത്രം പറഞ്ഞതിന്റെ പേരിൽ 13 വർഷക്കാലം വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചിട്ട് ജനിച്ച നാടിൽ ജീവിക്കാൻ അനുവദിക്കാതെ മദീനയിലെ കാട്ടി ഓടിച്ചിട്ട് ആ മദീനയിൽ പോലും സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞങ്ങൾ തിരിച്ചടിക്കല്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞയച്ചു, എന്നിട്ട് ഇവിടെയും വന്നിട്ട് അവർ കുരുത്തക്കേട് കാട്ടാണോ? തിരിച്ചടിക്കല്ലേ? അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ആക്രമിക്കുന്ന ആളുകളെ നിങ്ങളും ആക്രമിച്ചോളൂ. ചില കരാറുകൾ നൽകിയിട്ടുണ്ട്, ഇനി ഒരിക്കലും മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരൂല എന്നും, എന്നാൽ മറ്റുള്ളവർ വന്നാൽ മുസ്ലിമീങ്ങൾക്കെതിരെ സഹായിക്കൂല എന്ന് ഉടമ്പടി ചെയ്ത ആളുകൾ ആ കരാറ് വാഗ്ദാനം ലംഘിച്ചപ്പോ അവരെ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ വധിക്കാനല്ല. ദീനിൽ ഒരാളെയും ബലമായി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒരാളെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പ്രശ്നം? എന്താ? ഖുർആൻ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ എടുത്തപ്പോ ഇത് വായിക്കുന്ന മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. സത്യത്തിൽ അവിടെ സാഹചര്യം കൂടി പറയാനായിരുന്നു. ആരെയാണ് ഈ വധിക്കാൻ പറഞ്ഞത്, എന്ത് സാഹചര്യത്തിനാണ് പറഞ്ഞത്, അതും കൂടി ചേർത്താ മാഷാ അല്ലാഹ്. ഉദാഹരണം മഹാനായ ഇബ്നു കസീർ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരുടെ തഫ്സീർ അതേപോലെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത കുഴപ്പമില്ല, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവൂല, ഇവർ തെറ്റിദ്ധരിക്കൂല. വേർഡ് ബൈ വേർഡ് ഖുർആൻ എന്താണോ പറഞ്ഞത് അതേപോലെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയപ്പോ അതാണ് ബിദ്അത്തുകാർക്ക് പിഴച്ചത്. അതാണ് ഈ ചിദാനന്ദ സ്വാമിക്കും തെറ്റുപറ്റിയത്. അതുകൊണ്ട് മലയാള ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ നമ്മൾക്കും തെറ്റുപറ്റി പോകും. അതുകൊണ്ട് അതിന്റെ ആഴത്തിലിറങ്ങണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, കിതാബുൻ അൻസൽനാഹു ഇലൈക്, നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞേച്ച ഈ കിതാബുണ്ടല്ലോ, എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ലിയദ്ദബ്ബറു ആയാതി, ഇതിന്റെ ആയത്തുകൾ ആഴത്തിലിറങ്ങി പഠിക്കാനാണ്, വെറുതെയല്ല.
ഇഖ്തറബതിസ് സാഅ വശഖൽ ഖമർ. മഹാനായ ഡേവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതനായ ഒരാൾ മതങ്ങളെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ചരിത്രമാണിത്. ഈ റീസെന്റ് കാലത്ത് ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ദൃഷ്ടാന്തം കാരണമാണ്. ഡേവിഡ് പിഡ്കോക്ക് അദ്ദേഹം ഒരു ജൂതനാണ്. അദ്ദേഹം മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ ഒരു മുസ്ലിമായ ജൂതനായ സഹോദരൻ മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ മുസ്ലിമായ സഹോദരൻ പരിശുദ്ധമായ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന്റെ കൈകളിൽ നൽകി. ആ ട്രാൻസ്ലേഷനുമായി വീട്ടിലെത്തിയിട്ട് ട്രാൻസ്ലേഷൻ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹത്തിന് കിട്ടിയ ആയത്തേതെന്നറിയോ? സൂറത്തുൽ ഖമർ, ചന്ദ്രനെ കുറിച്ച് പറയുന്ന ആയത്താണ്. അതിലിങ്ങനെയാണ് ഓതിയത്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവർ പറയുന്നത് ഇതൊരു മാജിക് ആണെന്നാണ്, വിശ്വസിക്കുന്നില്ല. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ മുഹമ്മദേ, ആ കാണുന്ന അമ്പിളിമാമനെ, ആ കാണുന്ന ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്തി തന്നാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്. അപ്പോഴാണ് ആകാശത്തൊരു കഷ്ണം, ഹിറാ ഗുഹയുടെ സമീപത്തൊരു കഷ്ണം, 2 കഷ്ണമായി ചന്ദ്രൻ പിളർന്നത്. പക്ഷേ അവര് വിശ്വസിച്ചില്ല. അവര് പറഞ്ഞു ഹാദാ സിഹ്റുൻ മുസ്തമിർ, ഇതൊരു മാജിക്കാണ്, ഇയാളൊരു മജീഷ്യനാണ്, ഇതൊരു സിഹറാണ്, ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾ കേൾക്കണോ? പരിശുദ്ധമായ ഈ കാസർഗോഡ്, ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മഹാനായ താജുദ്ദീൻ പെരുമാൾ മദീനയിലേക്ക് പോയത് എന്തിനെന്നറിയോ? എന്തിനാ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കാൻ പോവാണ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. മഹാനായ താജുദ്ദീൻ പെരുമാൾ റളിയല്ലാഹു അൻഹു ഈ കേരളക്കരയിൽ നിന്ന് മദീനയിലേക്ക് പോയതെന്തിനാ? സ്വഹാബാക്കൾ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബാക്കളോട് ചോദിച്ചു, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നു നിൽക്കുന്നത് ഞാൻ കാണാതെയായിട്ടുണ്ട്, എന്താണ് സംഭവമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്തുന്ന സമയത്ത് ആ സദസ്സിൽ ഹബീബിന്റെ കൂടെ ഉണ്ടായ മഹാനാണെന്ന് അസ്റാർ, സിറിന്റെ രഹസ്യമറിയുന്ന ഔലിയാക്കൾ രേഖപ്പെടുത്തിയത് മഹാനായ നമ്മുടെ ത്വാഖ് ഉസ്താദ് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ചന്ദ്രൻ 2 കഷ്ണമായി പിളർത്തിയ സദസ്സിലുള്ള ആളായിരുന്നു. 1970-കളിൽ നിന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. ഉറൂസ് നടക്കുമ്പോ ഈജിപ്തിൽ നിന്നൊരു വലിയ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കിടക്കുന്നത് ഹാജനറിയൂലേ? പ്രബോധനം കൊണ്ട് അജ്മീർ ശൈഖ് 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ആളാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 90 ലക്ഷം. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും നന്നായിട്ടുണ്ടോ? 90 ലക്ഷം ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖാജ മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഒരു സമുദ്രമാണ്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിലെ ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു തുള്ളി വെള്ളമാണ് ഖാജ. 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരനായ ഖാജ, അദ്ദേഹം മാലിക് ദിനാർ എന്ന് പറയുന്ന പ്രശാന്തമായി നീണ്ടു കിടക്കുന്ന സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാണ്. അപ്പൊ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എവിടെ? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾക്ക് പൊതുവെ മുറ്റത്തെ മുല്ലേക്ക് പൊതുവെ മണ്ടാവാറില്ല. നമ്മൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലായിട്ടില്ല. ഇവരുടെ കൂടെയാണ് നാളെ നമ്മൾ മശ്റയിൽ പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ എന്റെ തളങ്കര സ്വദേശികൾ ഈ വഅൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ നിന്ന് തെറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ, കുരുത്തക്കേട് പറ്റിപ്പോകും. ഈ മണ്ണ് മാലാക്കമാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മസാറുകളിൽ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അനുഗ്രഹീതമായ മണ്ണിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടുന്നത് പോലെ തിന്മ ചെയ്യുമ്പോൾ ശിക്ഷ കൂടുതലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതിന് തൊട്ടടുത്ത് ഇതിന്റെ ചുറ്റുഭാഗത്ത് കഞ്ചാവിന്റെയോ കള്ളിന്റെയോ മയക്കുമരുന്നിന്റെയോ ഹറാമിന്റെയോ പ്രവർത്തനങ്ങൾ നടത്തരുത്. അള്ളാഹു നമ്മെ കാക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, അദ്ദേഹം വായിക്കുകയാണ്, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ടുണ്ട്, അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി തുറന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് കണ്ടു. ഡേവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതൻ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ തുറന്നപ്പോൾ ആദ്യം വായിച്ചത് അന്ത്യനാൾ, ലോകാവസാനം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു. അദ്ദേഹം തുറന്ന മുസ്ഹഫ്, തുറന്ന ട്രാൻസ്ലേഷൻ അതുപോലെ പൂട്ടിവെച്ചിട്ട് പറഞ്ഞു, ഇതൊരു ബുഡലാണ്, ഇതൊരു കെട്ടുകഥയാണ്, ഇതിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടൂല, നിങ്ങൾ വിശ്വസിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പൂട്ടിവെച്ചതാണ്. പിന്നെ ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ
1978 സ്പേസ് ജേർണിയെ കുറിച്ചിട്ടൊരു ചാനൽ ചർച്ച. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടിവിയുടെ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് 1978. അപ്പോ ജെയിംസ് ബുർക്കെ എന്ന് പറയുന്ന അവതാരകൻ നാസയുടെ ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകളോട് ചോദിക്കുന്നുണ്ട്, $100 മില്യൺ ഇന്ത്യൻ രൂപയല്ല, 100 ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തി ഈ അമേരിക്കയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഈ അമേരിക്കയ്ക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടായത്? വീടില്ലാതെ വസ്ത്രമില്ലാതെ പട്ടിണി പാവങ്ങളായ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്കയിൽ ഉണ്ടാകുമ്പോ $100 മില്യൺ ചെലവഴിച്ച് നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് ഉപകാരമാണ് ഉണ്ടായത്? ഇത് ചോദിക്കുമ്പോഴാണ് ചന്ദ്രനിലേക്ക് കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. The moon have been split a long time ago. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് the moon had been split a long time ago and rejoined. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ട് അത് വീണ്ടും കൂടിയോജിച്ചതാണ് എന്ന് നാസയുടെ ചന്ദ്രനിലേക്ക് കാലുകുത്തിയ ആളുകൾ ചാനലിൽ പറഞ്ഞപ്പോ ഇരുന്ന കസേരയിൽ നിന്ന് അദ്ദേഹം പറയാൻ, he jumped from the chair, തന്റെ കസേരയിൽ നിന്ന് ചാടി എണീറ്റു, പിന്നെ ഒന്നും ആലോചിച്ചില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് കാരണത്താലാണോ മുസ്ഹഫ് കൂട്ടിവെച്ചത്, ഇത് വിടലാണ്, ഇത് നുണയാണ്, ഇത് കള്ളമാണ്, ഇതിൽ വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ മുസ്ഹഫ് കൂട്ടിവെച്ച ജെയിംസ് ബുർക്കെ ഡേവിഡ് പിഡ്കോക്ക് എന്ന് പറയുന്ന ജൂതനായ സഹോദരൻ അതേ ഒരു കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എപ്പോ 1970-കളിൽ ഇത് 1400 വർഷം മുമ്പാണ് ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നത്. പക്ഷെ അതിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഇന്നും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് മൂസ പിഡ്കോക്ക് എന്നാണ്. ഇതാണ് ഖുർആൻ. ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി. ഇതിന്റെ ആയത്തുകൾ പഠിക്കാനും ആഴത്തിലിറങ്ങാനുമാണ് ഞാൻ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നത്. ഒരായത്ത്, രണ്ടാമത്തെ ആയത്ത് കേൾക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ സീല് വെച്ച് പൂട്ടിയിരിക്കുകയാണോ? എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? ഖുർആനിന്റെ ആയത്തുകൾ വെറുതെ ഓതിവിടാനുള്ളതല്ല, അത് ആലോചിക്കാനുള്ളതാണ്. വേറെ മൂന്നാമത്തെ ആയത്ത് കൂടി കേൾക്കണേ. അഫലം യദ്ദബ്ബറുൽ ഖൗൽ. ഈ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? നാലാമത്തെ ആയത്ത് കൂടി കേൾക്കണേ. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യ. ഈ പരിശുദ്ധമായ ഖുർആനിനെ അറബിയിൽ ഞാൻ ഇറക്കിയത് ലഅല്ലകും തഅഖിലൂൻ. ചിന്തിക്കാൻ വേണ്ടിയാണ്, ഓതിവിടാനല്ല, വെറുതെ ഓതിവിടാനല്ല, ചിന്തിക്കാൻ വേണ്ടിയാണ്. നിർബന്ധമായും അർത്ഥം ആലോചിക്കേണ്ട ചില ആയത്തുകളുണ്ട്, നിർബന്ധമാണ്. വൈലുൽ ലിമൻ ഖറഅ വലം യതഫക്കർ ഫീഹാ. ഇത് ഓതുന്ന ആളുകൾ ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ അവർക്ക് നാശമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ടോ? മനസ്സിലായോ? നമ്മൾ എത്ര ഖത്തം തീർത്തു? ശ്രദ്ധിക്കണം, നമ്മൾ എത്ര ഖത്തം, എത്ര ഖുർആനിന്റെ ആയത്തുകൾ ഓതി തീർത്തു. ഇത് ഓതി അർത്ഥം ആലോചിക്കാതെ ഓതി വിട്ടാൽ വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഇതിന്റെ അർത്ഥം ആലോചിക്കാത്ത ഓതി വിട്ടവന് നാശമാണ്, അവൻ ശപിച്ചിരിക്കുകയാണ് ഖുർആൻ. മനസ്സിലായോ? നിർബന്ധമായിട്ടും അർത്ഥം ആലോചിക്കേണ്ട ആയത്തുകൾ ഖുർആനിലുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ശപിക്കൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എത്രയെത്ര ഖുർആൻ ഓത്തുകാരാണ്, പക്ഷേ ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ചില ആയത്തുകൾ ഓതുമ്പോൾ അർത്ഥം ആലോചിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടെ രാത്രി ചെലവഴിക്കുമ്പോഴാണ് ആയിഷ ബിബിയുടെ സമ്മതത്തോടെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ നിസ്കരിച്ചു, ഒരുപാട് സമയം ദീർഘമായി. ഫാത്തിഹയിൽ ഖിയാമിൽ കിടന്ന് കരയാണ്, പിന്നെ റുകൂഇൽ കിടന്ന് കരയാൻ തുടങ്ങി, പിന്നെ സുജൂദിൽ കിടന്ന് കരയാൻ തുടങ്ങി. സമയം പോയതറിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സുബ്ഹി ബാങ്ക് വിളിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നപ്പോഴാണ്
ഹബീബിന്റെ കുപ്പായം നനഞ്ഞിരിക്കുന്നുണ്ട്, ഹബീബിന്റെ മുസല്ല നനഞ്ഞിരിക്കുന്നുണ്ട്, ഹബീബ് ഇരുന്ന സ്ഥലം നനഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹാനായ ബിലാൽ തങ്ങൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ് ലിമ തബ്കീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് താങ്കൾ കരയുന്നത്, എന്തിനാണ് താങ്കൾ കരയുന്നത്? ഗുഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്ക് അല്ലാഹു പാപം തന്നിട്ടില്ലല്ലോ, അങ്ങേക്കൊരു ദോഷം പോലുമില്ലല്ലോ, അല്ലാഹു അങ്ങ് ബഹുമാനിച്ചിരിക്കുകയാണല്ലോ, പിന്നെ എന്തിനാണ് നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്തിനാണ് നബിയെ ഇങ്ങനെ കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബിലാൽ തങ്ങൾ ചോദിച്ചപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ബിലാലേ ഞാൻ കരയാനുള്ള കാരണം വെറുതെയല്ല, ഇന്നലെ രാത്രി ഞാൻ നിസ്കാരത്തിലേക്ക് കൈകെട്ടിയപ്പോഴാണ് അല്ലാഹു തആല ഒരു ആയത്ത് ഇറക്കുന്നത്. ഒരു ആയത്തിറക്കി, ഈ ആയത്ത് ഓതി ഇതിന്റെ അർത്ഥം ആലോചിച്ചില്ലെങ്കിൽ അവന് നാശമുണ്ട്. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. സൂറത്തു ആലി ഇംറാനിലെ 191 ആയത്താണിത്. ഏതാണ് ആയത്ത് എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു സൃഷ്ടിച്ചില്ലേ, ആ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമുണ്ട്. പാടമില്ലേ? നമ്മുടെ കാണുന്ന ആ ഗേറ്റ് ഇത്ര ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആണ്, അതിന് 4 ഫില്ലർ ഉണ്ട്. നമ്മുടെ പള്ളി ഇത്ര ഒരു 4000-5000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളിക്ക് 100 കണക്കിന് തൂണുകളുണ്ട്. എന്നാൽ പ്രവിശാലമായി നീണ്ടുകിടക്കുന്ന ഈ ആകാശത്തിന് ഒരു തൂണ് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് പള്ളിയുടെ എഞ്ചിനീയർ അല്ല, ഇത് ഈ ഗേറ്റിന്റെ എഞ്ചിനീയർ അല്ല, ഇതിന്റെ എഞ്ചിനീയർ അല്ലാഹുവാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ, ഈ ഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിനൊരുപാട് ലായറുകളുണ്ട്. ഭൂമിക്കുമുണ്ട്, ആകാശത്തിനുമുണ്ട് ഒരുപാട് പാളികൾ, ഒരുപാട് വിഷയങ്ങളില്ലേ. ബയോളജി പഠിക്കുന്ന ആളുകളുണ്ട്, ജിയോഗ്രഫി പഠിക്കുന്ന ആളുകളുണ്ട്, സോണമി പഠിക്കുന്ന ആളുകളുണ്ട്, അസ്ട്രോണമി പഠിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ ഓരോ വിഷയത്തിലും നിങ്ങൾ ഡെപ്തിലിറങ്ങുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാത്ത പഠനം വൃഥാവിലാണ്, നഷ്ടമാണ്. അല്ലാഹു പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതിൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാത്രിയും പകലും മാറി വരുന്നതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയുണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഗ്‌രിബ് ബാങ്ക് വിളിക്കുമ്പോൾ രാത്രിയായി, സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ പകലായി. ഇതല്ലാതെ വേറെന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോ, കിഴക്ക് നിന്ന് ദിനേന ഉദിക്കുന്ന സൂര്യൻ ദിനേന പടിഞ്ഞാറ് പോയി അസ്തമിക്കുമ്പോ, ഒരു നാൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീണ ഞാൻ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നത് പോലെ മരിക്കേണ്ടവനാണ് എന്നുള്ള പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണപ്രകാരം അതിന്റെ മാർഗരയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ലാതെ, ഒരു വ്യതിയാനമില്ലാതെ. ആരാണ് ഇതിനെ ചലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇനി രാത്രി, അറബി മാസങ്ങളിൽ 1ാമത്തെ രാത്രിയാകുമ്പോൾ ചെറിയ ഒരു കലയായി ചന്ദ്രൻ വരുന്നുണ്ടല്ലോ, അല്ലെ? ചെറിയ 1ാമത്തെ രാത്രി ചെറിയ ഒരു കല, 2ാമത്തെ രാത്രിയാകുമ്പോൾ വലുതായി, 3-ന് വലുതായി, 14ആകുമ്പോ 14ആം രാവിന്റെ പൗർണമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള അമ്പിളിമാമൻ പൂർണ്ണമായ രൂപത്തിലെത്തി. 15ആകുമ്പോ ചെറുതായി, 20ആകുമ്പോ അസ്തമിച്ചു. ഇതിലെന്താ പാടുള്ളത്? ചെറിയ ഒരു കുഞ്ഞായി ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വീണ നമ്മൾ ചന്ദ്രനെ പോലെ വലുതായി ഒരു 14 ദിവസമാകുമ്പോ യുവത്വമായി, ഒരു 40കാരനായി. പിന്നെ ആർക്കൊക്കെയാണോ ഞാൻ വയസ്സ് നൽകുന്നത് അവന് ഞാൻ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ കുട്ടികളെ പോലെ അതേപോലെ മടക്കുകയാണ്. പിന്നെ വഴി പിടിക്കാതെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ കക്കൂസിൽ പോകാൻ ഒരാൾ വേണം, ഭക്ഷണം വായിലേക്ക് തരാൻ ഒരാൾ വേണം, നടക്കാൻ ഒരാൾ വേണം. എന്താ? 40 വയസ്സ് വരെ ആരോഗ്യമുണ്ടായിരുന്ന ഒരാൾ 40 വയസ്സിന് ശേഷം കുട്ടിയെ പോലെ അല്ലാഹു മടക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണിത്. ഞാനും ഉമ്മയുടെ ചെറിയ വയറ്റിൽ നിന്ന് കുഞ്ഞായി വളർന്നിട്ട് ഈ ഒരു രൂപത്തിലെത്തി. ഞാനും അതുപോലെ മരിക്കേണ്ടവനാണല്ലോ. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല.
ഇത് ആലോചിക്കുന്ന ആളുകൾ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണം. നിന്ന് നിസ്കരിക്കുമ്പോ ഖുഊദാ, ഇരുന്നിട്ടും ഓർക്കണം, വഅലാ ജുനൂബിഹിം, കിടന്നിട്ടും ഓർക്കണം, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. എന്റെ പെണ്ണുങ്ങളെ, ഡോക്ടർഷിപ്പിന് വേണ്ടി പഠിക്കുന്നവർ, ഡോക്ടറാവാൻ പഠിക്കുന്നവർ, ദന്ത ഡോക്ടർമാരുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ ഓരോ വിഷയങ്ങൾ പഠിക്കുന്ന രക്തക്കട്ടയെക്കുറിച്ച്, മാംസപിണ്ഡത്തെക്കുറിച്ച്, ഫീറ്റസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ ഇത് വ്യക്തമായി പറഞ്ഞു തന്ന അല്ലാഹുവിനെ മനസ്സിലാക്കാറുണ്ടോ? എന്നിട്ട് ഇത് പഠിക്കുമ്പോൾ പെണ്ണെ നീ പറയേണ്ടത്, ഇത് പഠിക്കുമ്പോൾ എന്റെ സഹോദര നീ പറയേണ്ടത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ആകാശങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഈ നമ്മുടെ ഭ്രൂണങ്ങളെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല, വയറ്റിലുമ്മയുടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, എക്സുകളെയും വൈകളെയും ക്രോമസോമുകളെയും വെറുതെ സൃഷ്ടിച്ചതല്ല. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പറയണം സഹോദര, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാഹ്, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് എന്റെ നരകത്തിൽ നിന്ന് കാക്കേണമേ അല്ലാഹ്. ഈ ആയത്ത് ഓതുമ്പോൾ അർത്ഥമാലോചിക്കുന്ന ആളുകൾ ഇത് ഓതുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വീട്ടിലിരുന്നാൽ ഇത് കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വിശാലമായി നീണ്ടു കിടക്കുന്ന ആയിരക്കണക്കിന് വീടുകളുള്ള ഒരു മഹല്ലിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ, ഇങ്ങനെ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോ അതിലേക്ക് വരാനും പഠിക്കാനും മനസ്സിലാക്കാനും സമയവും സാഹചര്യവും ഉണ്ടായിട്ട് തിരക്കില്ലാതിരുന്നിട്ട് പോലും പഠിക്കാൻ തയ്യാറാവാതെ മാറി നിന്ന ആളുകൾ എങ്ങനെയാണ് അല്ലാഹുവിന്റെ കോടതിയിൽ എക്സ്ക്യൂസ് പറയാ? അല്ലാഹുവേ എനിക്ക് പറയാൻ പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഖുർആനിന്റെ ക്ലാസുകൾ ഉണ്ടാകുമ്പോ, ഖുർആനുമായി ബന്ധപ്പെട്ട പഠന ക്ലാസുകൾ നടക്കുമ്പോ ഒരു ക്ലാസ് പോലും ഒഴിവാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, മുത്തു റസൂൽ പറഞ്ഞില്ലേ, ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ചെറുപ്പക്കാരാ, ഈ ഹൃദയം തുരുമ്പ് പിടിക്കാനുണ്ട്, ഈ ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിക്കാനുണ്ട്. ഇരുമ്പുകൾ തുരുമ്പ് പിടിക്കുന്നത് പോലെ എപ്പോഴാണ് ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത്? ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ വെക്കുമ്പോഴല്ലേ ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത്. എങ്ങനെയാണ് ആ തുരുമ്പിനെ വൃത്തിയാക്കുക? ഒരു മെറ്റൽ പേപ്പർ കൊണ്ടുവന്ന് ഇരുമ്പുകളെ വൃത്തിയാക്കുന്നത് പോലെ ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിച്ചാൽ ആ ഹൃദയത്തെ എങ്ങനെയാണ് നബിയെ വൃത്തിയാക്കുക? എങ്ങനെയാണ് നബിയെ അതിനെ നന്നാക്കുക? എങ്ങനെയാണ് നബിയെ അതിനെ വൃത്തിയാക്കുക എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും, അവിടെ തുരുമ്പ് പിടിക്കൂല, അവിടെ ഹൃദയം കറുത്തു പോകൂല. ഇത് ഹബീബിന്റെ വചനമല്ലേ? ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച വിഷയമല്ലേ? ആ ഹബീബല്ലേ പറഞ്ഞത്, തുഅറബുൽ ഫിതനുൽ ഖുലൂബ് ഓ നിങ്ങളോ ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരാ, നമ്മുടെ പായയുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നിയായി അട്ടിയായി വെക്കുന്നത് പോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊരു ഫിത്ന, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഫിത്നകളും പരീക്ഷണങ്ങളും കൊണ്ട് നിങ്ങളെ പൊറുതിമുട്ടുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. വീട്ടിലേക്ക് കയറിയാലും കാണുന്നത് ഹറാമ്, വീട്ടിൽ നിന്നിറങ്ങിയാലും കാണുന്നത് ഹറാമ്, ആംബസിൽ പോയാലും ഹറാമ്, ഹോസ്റ്റലിൽ പോയാലും ഹറാമ്, ബാലിന്റെ സദസ്സിലേക്ക് വന്നാലും ഹറാമ്. ഇങ്ങനെ ഹറാമല്ലാതെ കാണാനില്ല, ഹറാമല്ലാതെ കേൾക്കാനില്ല, ഹറാമല്ലാതെ ജീവിതത്തിൽ ചെയ്യാനുള്ള അവസരം പോലുമില്ലാതെ ഇത്രത്തോളം ഫിത്നയും പരീക്ഷണവും ഹറാമിന്റെ മുന്നിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഈ സിനിമകളോട് നിങ്ങൾക്ക് താല്പര്യം തോന്നിയാൽ, IPL മാമാങ്കം വർഷങ്ങളിൽ മാസങ്ങളോളം കൊണ്ടു കിടക്കുമ്പോ അതിനോട് നിങ്ങൾക്കൊരു മൃദു സമീപനം എന്നാൽ, കളിക്കാർക്ക് വേണ്ടി ഫ്ലക്സ് വെക്കാൻ തുടങ്ങിയാൽ, ഫുട്ബോൾ വേൾഡ് കപ്പ് വരുമ്പോ അവരുടെ പേരിൽ പതാകകൾ ഉയർത്താൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ സംവാദം നടത്താൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്ററുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ക്ലബ്ബുകളിൽ നിന്നിട്ട് തർക്കിക്കാൻ തുടങ്ങിയാൽ, അവരുടെ പേരിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല കറുത്ത പുള്ളിയിട്ട് തരുമെന്ന് മാത്രമല്ല, ഈ സംസാരവും കളിക്കാരോടുള്ള ആവേശം, സിനിമയോടുള്ള ഭ്രമം കാരണം നിങ്ങളുടെ ഈ ഹൃദയം
ഹൃദയം കറുത്തു പോകും ചെറുപ്പക്കാരാ. ഇത് കറുത്തു പോയാ പിന്നെ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. പിന്നെ എത്ര വാല് പറഞ്ഞാലും നന്നാവൂല. അപ്പോഴാണ് ഒരു കുട്ടി ചോദിക്കുന്നത്, ഉസ്താദേ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്താ പ്രശ്നം? അതിലിപ്പോ എന്താ ഒരു ബോയ് ഫ്രണ്ടും ഒരു ഗേൾ ഫ്രണ്ടും തമ്മിൽ എന്താ കുഴപ്പം? ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇത് എങ്ങനെ ചോദിച്ചു? ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫാ, നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. ചില ആളുകൾ ചോദിക്കുകയാണ്, പെണ്ണിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്താൽ എന്താണ് തെറ്റ്? എന്ത് തെറ്റാണ് ഒരു പെണ്ണിന്റെ കൂടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോ? ചില ആളുകൾ ചോദിക്കുന്നത്, സ്ത്രീകൾ മുസാഫഹത്ത് ചെയ്താൽ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ എന്ത് തെറ്റാണുള്ളത്? ഇത് ചോദിക്കും ചെറുപ്പക്കാരാ. ഇത് ചോദിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മ ഏത് എന്ന് തിരിച്ചറിയൂല, തിന്മ ഏത് എന്ന് തിരിച്ചറിയൂല. എല്ലാം അയാൾക്ക് ശരിയാണ്, എല്ലാം അയാൾക്ക് ഹലാലാണ്, എല്ലാം അയാൾക്ക് പ്രശ്നമില്ല. ഇത് വന്നത് ഇവിടെ കറുത്തത് കൊണ്ടാണ്. ആ കറുഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ലോകത്തിന്റെ മുത്ത് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഖുർആൻ ഓതണം, എങ്കിൽ ഇത് ശുദ്ധീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്താൻ പോവാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ 5 മരുന്നുകളുണ്ട്. 4 ഞാൻ പറയുന്നില്ല, ആദ്യത്തെ 1 ഞാൻ പറയാം. ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളെപ്പോഴും തെറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾ, വ്യഭിചാരത്തെ കുറിച്ച് ആലോചിക്കുന്ന ആൾ, കള്ളിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾ, മനസ്സിലേക്ക് കളികളോടുള്ള, സിനിമയോടുള്ള, സീരിയലിനോടുള്ള ഭ്രമം വിട്ടുമാറാതെ അനാവശ്യങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ജീവിതം മാറ്റിമറിച്ച, ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാരാ, അങ്ങനെ ഒരാൾ നമ്മുടെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം നന്നാവാൻ, നന്മയുടെ തീരത്തേക്ക് കടന്നു വരാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പാതയിലേക്ക് കടന്നു വരാൻ അദ്ദേഹം പറഞ്ഞു തരുന്ന പരിഹാരം അർത്ഥമാലോചി ഖുർആൻ ഓതണം. നമ്മുടെ പാരായണമല്ല, നമ്മൾ ഓതുന്നത് പോലെ ഭൂം എന്ന് പറഞ്ഞു ഓതിവിടലല്ല. അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതണം, അർത്ഥമാലോചിച്ച് ഖുർആൻ ഓതണം. അതുകൊണ്ടാണ് മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞത്, എനിക്ക് തഫക്കുറു ഒരു മണിക്കൂർ ആലോചിക്കലാണ് ഒരുപാട് സമയം ഖുർആൻ ഓതുന്നതിനേക്കാൾ നല്ലതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ്, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഒരു ഖത്തം തീർത്തിട്ടുണ്ട്. പക്ഷേ അവരെ പോലെയല്ലല്ലോ നമ്മൾ. ഒരു രാത്രി കൊണ്ട് ഒരു ഖത്തം തീർത്തിട്ടുണ്ട് മഹാനായ ഉസ്മാൻ തങ്ങള്. ഒരു ദിവസം കൊണ്ട് 4 ഖത്തം തീർത്ത മഹാന്മാരുണ്ട്, ഒരു രാത്രി കൊണ്ട് 2 ഖത്തം തീർത്ത മഹാന്മാരുണ്ട്. അവരെ പോലെയല്ലല്ലോ നമ്മൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ വേഗത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. ശ്രദ്ധിക്കുന്നുണ്ട്? ഒന്നെണീറ്റുന്നിട്ടിരിക്കല്ലേ? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് എണീച്ചിട്ട് ഇരുന്നോളൂ. ഇനി കുറെ സമയം ഒന്നും പറയുന്നില്ല, എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഉറക്കെ സലാത്തില്ലേ? സല്ലല്ലാഹു. ഇനി ദുആ ചെയ്യുന്ന സദസ്സായതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇരുന്നോളൂ. ദുആ ചെയ്യാൻ പോകണം. ഇവിടെ ഇരിക്കുമ്പോഴാണ് അതിന്റെ മഹത്വം ലഭിക്കുക. അവിടെ ഇരുന്ന ഈ ശ്രേഷ്ഠത കിട്ടൂല. മജ്ലിസുൽ ഇൽമ് ഇതാണ്, ഇവിടെ ഇരിക്കുമ്പോഴാണ് ശ്രേഷ്ഠത കിട്ടുക. ഉറക്കെ ചൊല്ലി നോക്കട്ടെ. സല്ലല്ലാഹു 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 അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിലേക്ക് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മെ കണ്ട ഹബീബിന്റെ കണ്ണിന് കുളിർമയുണ്ടാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പറയാനുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു രാത്രിയിൽ 2 തവണ ഖുർആൻ ഖത്തം തീർക്കാറുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കത് ഇഷ്ടമല്ല. 2 ഖത്തം ഒരു രാത്രിയിൽ എനിക്കത് ഇഷ്ടമല്ല. സൂറത്തൻ വാഹിദ, ഒരു രാത്രിയിൽ ഒരു സൂറത്ത് ഓതി സുബഹി വരെ ആ സൂറത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കലാണ് ഒരു ഖത്തം ഓതുന്നതിനേക്കാളും എനിക്കിഷ്ടം. വളരെ വേഗതയിൽ, അമിതമായ വേഗതയിൽ ഒരു ഖത്തം
ഖത്തം തീർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു സൂറത്ത് ഓതി അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങലാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതെ, ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറയാണ്, റകഅതാനി ഫീ തഫക്കുരിൻ, അർത്ഥം ആലോചിച്ചുകൊണ്ടുള്ള 2 റകഅത്ത് ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൻ ബിലാ ഖൽബിൻ. 12 മണിക്ക് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരമാണ്. സുബഹി നിസ്കാരം വരെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാൾ, പക്ഷേ അയാൾ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഖുർആനിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നില്ല. അറിയുന്ന സൂറത്തുകളൊക്കെ ഓതി സുബഹി വരെ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തെക്കാളൊക്കെ എനിക്കിഷ്ടം 2 റകഅത്ത് ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൊണ്ട് 2 റകഅത്ത് ഖുർആൻ ഓതലാണ്. റകഅതാനി ഫീ തഫക്കുരിൻ, റകഅതാനി ഫീ തഫക്കുരിൻ, അർത്ഥം ആലോചിച്ചുകൊണ്ട് 2 റകഅത്ത് നിസ്കരിക്കലാണ് എനിക്ക് ഒരുപാട് നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇനി നിങ്ങൾ കേൾക്കണോ എന്റെ സഹോദരാ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സഹോദര, അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ, ആഖിറത്തിൽ വിശ്വസിച്ച ആളുകളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുള്ള ആയത്തിറങ്ങിയപ്പോഴാണ് പേടിച്ച് ഒരു സ്വഹാബി ബോധം കെട്ട് വീഴുന്നത്. കണ്ണു തുറന്നപ്പോ ഹബീബ് തന്റെ ചുണ്ടിനെ ആ സഹോദരന്റെ ചുണ്ടിലേക്ക് ഹബീബിന്റെ കാത് വെച്ചു കൊടുത്തു. അപ്പോഴാണ് ആ സ്വഹാബി പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും, പക്ഷേ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയാ, എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറയാ? നൂഹ് നബിയുടെ ഭാര്യ നരകത്തിലാണല്ലോ, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിലാണല്ലോ, നൂഹ് നബിയുടെ മകനും നരകത്തിലാണല്ലോ. എനിക്കെന്റെ ഭാര്യയെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? എനിക്കെന്റെ മകനെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും? നബിയേ, എനിക്ക് പേടി തോന്നുകയാണ് ഈ ആയത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞ് മരിച്ചുപോയ സ്വഹാബിയുണ്ട്. ആയത്ത് കേട്ടിട്ട് മരിച്ചുപോയ ഒരു സ്വഹാബി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ആയത്ത് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ നരകത്തിൽ പോവാൻ പാടില്ല, നിങ്ങളുടെ മക്കളും നരകത്തിൽ പോവാൻ പാടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉപ്പമാരെ, മക്കളെ കയറൂരി വിടുന്ന ഉപ്പമാരെ, യാതൊരു നിയന്ത്രണമില്ലാതെ രാത്രി വീട്ടിലേക്ക് 1 മണിക്ക് വന്നാലും പ്രശ്നമില്ല, 2 മണിക്ക് വന്നാലും പ്രശ്നമില്ല, ഇനി വീട്ടിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ മക്കളെ കയറൂരി വിടുന്ന ഏതെങ്കിലും ഉപ്പമാര് ഏതെങ്കിലും മുന്നിലുണ്ടെങ്കിൽ ഇത് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തസ്ബീഹ് മാല കൊണ്ട് സ്വർഗം കിട്ടുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ തഹജ്ജുദ് കൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെത്തുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിലെത്തുമെന്ന്? എത്തൂല, ഉറപ്പാണ് എത്തൂല. മക്കളെ കാര്യത്തിൽ അപാകത വന്ന ഒരു ഉപ്പയും ഒരു ഉമ്മയും സ്വർഗത്തിലെത്തൂല, ഉറപ്പാണ്. മക്കളെ കാര്യത്തിൽ അപാകത വന്ന ഉപ്പയും ഉമ്മയും സ്വർഗം കാണുകയില്ല. അപാകത മീൻസ് പ്രായപൂർത്തി എത്തുന്നത് വരെ ദീനിൽ അധിഷ്ഠിതമായി ചിട്ടയോടെ വളർത്തേണ്ടത് ഓരോ ഉപ്പയുടെയും ഓരോ ഉമ്മയുടെയും ബാധ്യതയാണ്. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എത്ര നന്നായി മക്കൾ മോശമായാൽ നിങ്ങളും അവരെ കൂടെ നരകത്തിൽ പോണ്ടി വരും. സ്വഹീഹ് ഹദീസ് അടിസ്ഥാനത്തിൽ പറയാം. ഈ മക്കൾ നാളെ മഹ്ശറ വത്സവിൽ ഏത് മക്കളെന്നറിയോ? രാത്രി 12 മണിയായിട്ടും വീട്ടിലേക്ക് വരാത്ത മക്കൾ. ഇനി രാത്രി വൈകി വന്ന മക്കൾ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളൊന്ന് വിളിക്കാൻ തയ്യാറാവാറുണ്ടോ? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ അവരുടെ മുഖത്തേക്ക് വെള്ളമൊഴുന്ന് വിളിച്ചിട്ട് നിസ്കരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവാറുണ്ടോ? ഇല്ല. നിങ്ങൾ ദുനിയാവിന്റെ സ്വർഗം വാങ്ങിച്ചു കൊടുത്തു, പക്ഷേ അതോടൊപ്പം നരകത്തിന്റെ ആഖിറത്തിലെ നരകമാണ് വാങ്ങിച്ചു കൊടുത്തത്. ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷിപ്പിച്ച ഉമ്മമാരെ, ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയ ഉപ്പമാരെ, നിങ്ങളുടെ നരകം നിങ്ങൾ രക്ഷപ്പെടുത്തിയോ? നിങ്ങളുടെ ആഖിറം നിങ്ങൾ രക്ഷപ്പെടുത്തിയോ? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് സക്കാത്ത് നൽകി എല്ലാം ചെയ്ത് സ്വർഗത്തിലേക്ക് പോവാൻ നിൽക്കാണ്. മക്കളാണെങ്കിലോ നരകത്തിലേക്ക് പോവാൻ നിൽക്കാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ ഈ മക്കളെയുമായി നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മക്കൾ പറയുമത്രേ, മുത്തുനബി പറഞ്ഞ വിഷയമാണ്, ലാ
എന്നെ വഴിപിഴപ്പിച്ച എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല. എന്നെ രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉപ്പ വാതിൽ കുറ്റിയടിച്ചപ്പോ ആ ഉപ്പ അറിയാതെ പിന്നാമ്പുറത്തുള്ള വാതിൽ തുറന്നു തന്ന എന്റെ ഉമ്മ, എന്നെ ഉപദേശിക്കാത്ത ഉമ്മ, സിനിമ കാണുമ്പോൾ ദേഷ്യപ്പെടാത്ത ഉമ്മ, എന്നെ വ്യഭിചാരത്തെ തൊട്ട് ഉപദേശിക്കാത്ത ഉമ്മ, എന്നെ കളിയെ തൊട്ട് ദേഷ്യപ്പെടാത്ത ഉമ്മ, നിസ്കരിക്കാതിരിക്കുമ്പോ പേടിപ്പിക്കാത്ത ഉമ്മ, ആ ഉമ്മ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കുന്ന പ്രശ്നമല്ല എന്ന് അല്ലാഹുവിനോട് ഈ മക്കൾ ആശ പിടിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മയെയും ഉപ്പയെയും കൊണ്ടുവന്നിട്ട് അല്ലാഹു വിലയിരുത്തുകയാണ്. നോക്കുമ്പോൾ പ്രായപൂർത്തി എത്തുന്നതുവരെ സംസ്കാരം പഠിപ്പിക്കണമല്ലോ, പ്രായപൂർത്തി എത്തുന്നതുവരെ അവർക്ക് അദബ് പഠിപ്പിക്കണമല്ലോ. ഞാൻ ചോദിക്കട്ടെ എന്റെ ഉമ്മമാരെ, ഞാൻ ചോദിക്കട്ടെ എന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉപ്പമാരോട്, നിങ്ങൾ ഉച്ചയ്ക്ക് നാളെ മനോഹരമായ സദ്യ ഉണ്ടാക്കി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒരുമിച്ചൊരു ടേബിളിന്റെ മുന്നിലിരുന്നിട്ട് ചിക്കനും മട്ടനും എല്ലാം പൊരിച്ചു വെച്ച് നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് മനോഹരമായ ഭക്ഷണത്തിനിരിക്കുമ്പോ നിങ്ങളുടെ മൂത്ത മകനെ നിങ്ങൾ വിളിച്ചിട്ട് മോനെ നീ ഒന്ന് പോയിട്ട് ഒരു വിദേശ മദ്യം വാങ്ങിച്ചു വാ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ വിദേശ മദ്യം കൊണ്ടുവന്നിട്ട് നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ മദ്യത്തിൽ വെച്ചിട്ട് ഉമ്മ നിങ്ങളത് നിങ്ങളുടെ മക്കൾ കൊടി കൊടുത്തിട്ട് ചിയേഴ്സ് അടിച്ചുകൊണ്ട് ഉപ്പ ഉമ്മ നിങ്ങളെ പരസ്പരം കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ടോ? ഉണ്ടോ? അങ്ങനെയുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടോ? സിസ്റ്റർ ഉണ്ടോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മോനോട് പറയാം, മോനെ ഒന്ന് പോയി നല്ലൊരു വിദേശ മദ്യം വാങ്ങിച്ചു വാ, എന്നിട്ട് ഉപ്പ ഒഴിച്ചു കൊടുക്കുക, ഉമ്മ ഒഴിച്ചു കൊടുക്കുന്ന ചിയേഴ്സ് അടിച്ച് കുടിക്കുക. ആ ഒരു സംവിധാനം ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ കണ്ണ് കാണും പറയാ കണ്ണ് ഇങ്ങനായി പോയി, അങ്ങനെ കണ്ടു ഉസ്താദേ? ഇല്ല, ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതില്ല, ഇല്ലാതിരിക്കട്ടെ. അത് എന്തേ ഇല്ലാത്തത്? എന്തേ അതില്ലാത്തത്? ഇല്ലാതിരിക്കാനുള്ള കാരണം അത് അപമാനമാണ്, അത് മാന്യതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഇതുകൊണ്ടല്ലേ അല്ലെ? അതൊരു മോശമായത് കൊണ്ടല്ലേ? അതൊരു നീചമായത് കൊണ്ടല്ലേ? എന്നാൽ ഇതിനേക്കാളും അപമാനമാണ് ഉപ്പ, ഇതിനേക്കാളും അപമാനമാണ് ഉമ്മ. ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നത്. കള്ള് കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറന്നു പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇങ്ങനെയൊക്കെ ഫാമിലി കൂട്ടമായിരുന്നിട്ട് കള്ളു കുടിക്കും. സിനിമക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ? ഫാമിലി നല്ലൊരു സിനിമ ഇറങ്ങിയ മംഗലാപുരത്ത് പോയിട്ട് ഫാമിലി ഉപ്പയും ഭാര്യയും മക്കളും സിനിമ കാണുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കുറവാ, കോഴിക്കോട് ഭാഗത്തൊക്കെ അത് വളരെ വളരെ വ്യാപൃതമായി നടക്കാണത്. കാസർഗോഡ് ജില്ലയിൽ പെണ്ണുങ്ങൾ തിയേറ്ററിൽ പോയ കല്ലെറിയുമെന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പൊ അങ്ങനെ കള്ളു കുടിക്കാൻ നിങ്ങൾ അറപ്പ് കാണിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ സിനിമയും സീരിയലും നിങ്ങളുടെ പെർമിഷനോടെ നിങ്ങളുടെ സമ്മതത്തോടു കൂടി കാണുന്നതും നിങ്ങൾ വെറുത്തേക്കണം. അതുപോലെ തെറ്റാണിത്, അതുപോലെയുള്ളൊരു പാപമാണിത്. നിങ്ങൾക്കത് പ്രശ്നമായി തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണം, ഈ മക്കളാണ് നാളെ നരകം ചോദിച്ചു വാങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രശ്നകലുഷിതമായ ഈ സാഹചര്യത്തിലെ പ്രശ്നകലുഷിതമായ ആഭാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ചമ്മാടിത്തരങ്ങളും കോപ്പാട്ടിത്തരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് മക്കളെ പഠിപ്പിക്കാൻ യാതൊരു ടെൻഷനുമില്ലാതെ യാതൊരു ബാധ്യതയുമില്ലാതെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ ഒരു മഹത്തായ സ്ഥാപനം അവിടെ കിടക്കുന്നുണ്ട്. മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലല്ല, കേരളത്തിന്റെ അകത്തും പുറത്തും വിശ്വകലാലയമായി ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രശസ്തിയാർജിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായി ഇങ്ങ് മാലിക് ദിനാറിൽ 10-12 വർഷമായി തുടക്കം കുറിച്ച മഹത്തായ സ്ഥാപനം. അവിടേക്ക് നിങ്ങളുടെ മക്കളെ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന മക്കൾ മദ്രസ കഴിഞ്ഞിട്ട് 11 വയസ്സ് 12 വയസ്സ് തികയാത്ത മക്കളെ നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിച്ചിട്ട് അവിടെ വിജയിച്ച് നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ അഴിച്ചാൽ 12 വർഷക്കാലം നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ലോ. അവന് കഞ്ചാവ് അടിക്കുമോ, അവന് കള്ളു കുടിക്കുമോ, അവന് പുകവലിക്കുമോ, അവന് സീസർ വലിക്കുമോ, അവന് സിനിമ കാണുമോ, അവൻ തെറ്റ് ചെയ്യുമോ എന്നൊരു വ്യാധി നിങ്ങൾക്കില്ലല്ലോ. ഇന്ന് നിങ്ങളുടെ പ്രശ്നം എന്താ? സ്കൂളിലേക്ക് പോയ മകൻ തിരിച്ചു വരുമോ എന്ന് പേടിയാണ്, കഞ്ചാവ് അടിക്കുമോ എന്ന് പേടിയാണ്, വ്യഭിചരിക്കുമോ എന്ന് പേടിയാണ്. എന്തിനേറെ പറയണം, നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉന്നതമായ തവാട്ടിൽപ്പെട്ട ഒരു പെണ്ണിനെ എനിക്കറിയാം. നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. പക്ഷെ പഠിപ്പിക്കാൻ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചത് കാരണം കഞ്ചാവിന്റെ അഡിക്റ്റായ പെണ്ണ്. ഏതോ ലോക്കൽ കുടുംബത്തിലെ പെണ്ണല്ല, ഉത്തമമായ ഒരു നാട്ടിൽ അന്തസ്സുള്ള ഒരു കുടുംബത്തിന്റെ പെണ്ണ് കഞ്ചാവിന്റെ അഡിക്റ്റാണെന്ന് തിരിച്ചറിഞ്ഞത് കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താവാണ്.
ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു. ഉപ്പാക്ക് നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നില്ല, ഉപ്പാക്ക് സമുദായത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. എന്തേ കഞ്ചാവടിക്കുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുഖം നോക്കുക? ഈ മകൾ ഓർത്തിട്ട് സമുദായത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് ഒളിച്ച് ഗൾഫിൽ ജീവിക്കുകയാണ് പിതാവ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മക്കളിൽ ഇല്ലാതിരിക്കാനാണ് 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർത്ത 12 വർഷക്കാലം നിങ്ങൾക്ക് നോ ടെൻഷൻ, ഒരു ടെൻഷനും ഇല്ല. 12 വർഷം കഴിയുമ്പോൾ ഒരു ഹുദവിയായി ഇറങ്ങാണ്. യാ അല്ലാഹ്, അങ്ങനെ ഇറങ്ങിയാ പിന്നെ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ വേണ്ട. അവന് വേണ്ട സമ്പാദ്യം, അവന് വേണ്ടുന്ന വഴി, പിന്നെ എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷന് പോകണോ, ഹയർ സ്റ്റഡിക്ക് പോകണോ, ഡോക്ടറേറ്റ് എടുക്കണോ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി പഠിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ മാലിക് ദിനാർ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സുഹൃത്ത് ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ പഠിച്ചവർ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്ഗൽ ഹുദവി, അതുപോലെ റാഷിദ് ഹുദവി എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്തഫ ഹുദവി. ഇഷ്ടംപോലെ ആളുകൾ. നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് വേണ്ടി, കൂടുതൽ പഠിക്കാൻ വേണ്ടി മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകണം, ആവാം. ഇനി നിങ്ങൾക്ക് പള്ളിയിൽ ഒരു ഖത്തീബായി ജോലി ചെയ്യണം, അതും ആവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ദീനിന് ഉപകരിക്കുന്ന 4 ഭാഷകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന മക്കളെ നിങ്ങൾക്ക് കിട്ടൂലേ? സ്കൂളിൽ മാസാമാസങ്ങളിൽ 6000-ഉം 10,000-ങ്ങളും നിങ്ങൾ കൊടുക്കുമ്പോൾ 5 പൈസയുടെ ചെലവില്ലാതെ വളരെ മഹത്തായ ഒരു സിലബസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ മുന്നിലുണ്ടായിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ മക്കൾ നാളെ ചോദ്യം ചെയ്യൂലേ? ഇന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ഏജിലുള്ള പല മക്കളും നമ്മെ കാണുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ പോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് ഉമ്മമാരെയും ഉപ്പമാരെയും ഈ മക്കളെ പറയുന്നുണ്ടെങ്കിൽ നാളെ ആഖിറത്തിൽ വെച്ച് എത്രത്തോളം പറയുമെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് ഭീമമായ തുകകൾ നൽകി മക്കളെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പറഞ്ഞേക്കുമ്പോ അതിന് തത്തുല്യമായ ഭൗതികതയും മതവും കൂട്ടിച്ചേർത്ത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ മതചിട്ടയോടെ, മതചൈതന്യത്തോടെ തളർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പഠിപ്പിക്കുക. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വഫിയ കോളേജുകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർക്ക് +1, +2 ഡിഗ്രി, PG സഹിതം അവർക്ക് നൽകുന്ന മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന നല്ലവരും മൊയിലാർച്ചിമാരായ വഫിയകൾ പഠിപ്പിച്ചുകൂടെ? വെറും ഭൗതികതയുടെ പിന്നാലെ പോയിട്ട് എന്ത് നേടി? ഈ മക്കളാണ് നാളെ നമ്മൾക്കെതിരെ തിരികെ. അല്ലാഹു കാക്കട്ടെ. സമയം 10:08 ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താണ്. നമ്മൾ ഖുർആനിനെ ആലോചിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു എന്നെ സമ്മതിക്കും, എനിക്ക് അനുവാദം തരും. അങ്ങനെ നരകക്കാരെ ഞാൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഖുർആൻ ഓടി വന്നിട്ട്, ഇയാളെ കൊണ്ടുപോവാൻ ഞാൻ വിടൂല, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ചില ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഖുർആൻ സമ്മതിക്കൂല. അങ്ങനെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഖുർആനും നിങ്ങളുടെ ഇടപാട് നിങ്ങൾ നോക്കിക്കോളണം. മറ്റുള്ള വിഷയത്തിലൊക്കെ ഞാൻ രക്ഷിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണ്. ഖുർആനോടെ മൈൻഡ് ചെയ്യാത്തവർ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്താത്തവർ, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്താത്തവർ, ഇല്ലാ മൻ ഹബസഹുൽ ഖുർആൻ. ഖുർആൻ തടഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റൂല. അല്ലാത്ത ആളുകളെയൊക്കെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. وقال الرسول إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവിന്റെ ഹബീബ് ഒരു പരാതി പറയുന്നുണ്ട് റബ്ബിനോട്, അല്ലാഹുവേ എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആളില്ല എന്നല്ല, ഖുർആനിൽ അധിഷ്ഠിതമായി അമൽ ചെയ്യുന്ന ആളുകളുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്